പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പ്രതിയുടെ അപ്പീലിൽ വിധി പറയും വരെയാണ് സ്റ്റേ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഹൈക്കോടതി വിധിക്കെതിരെയാണ് പ്രതി അമീറുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ കഴിഞ്ഞ മെയ്യിൽ ഈ അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ കേരള ഹൈക്കോടതി ശരിവച്ചിരുന്നു. അത് ഈ സംസ്ഥാന സർക്കാർ ഈ വധശിക്ഷ നടപ്പാക്കുന്നത് അനുമതി തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിലായിരുന്നു ഈ കോടതി ഈ ശിക്ഷ ശരിവച്ചത്. ഹൈക്കോടതിയുടെ സിംഗിൾ ഡിവിഷൻ ബെഞ്ചാണ് ആ ശിക്ഷ അന്ന് ശരിവച്ചത്. ഏതായാലും ഈ ഉത്തരവിനെതിരെയാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഇപ്പോൾ ആ വധശിക്ഷ നടപ്പാക്കുന്നതിന് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ ഹർജിയിൽ ഒരു തീർപ്പാകുന്നത് വരെയാണ് ആ സ്റ്റേ ഉണ്ടാവുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ്. അത് വിയൂർ സെൻട്രൽ ജയിലിലടക്കം ഉള്ള ജയിലധികൃതരടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകണം. പ്രതിയുടെ മനഃശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണം. ഈ വിദഗ്ധ സമിതി ഈ പ്രതിയുടെ മാനസിക നില പരിശോധിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായൊരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല കോടതി ഈ ജയിലിൽ ഇയാളുടെ പെരുമാറ്റ സ്വഭാവ രീതികൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജയിലധികൃതർ നൽകണം എന്നുള്ള നിർദ്ദേശവും കൂടി ഉണ്ട്. മാത്രമല്ല ഈ ശിക്ഷ ലഘൂകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലഘൂകരിക്കുന്നതിന് കാരണമാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു കാര്യവും കൂടി ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും പ്രതിയുടെ വധശിക്ഷയിൽ തീരുമാനമുണ്ടാവുക. നമുക്കറിയാം 2016 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിനിയായ നിയമ വിദ്യാർത്ഥിനി അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. പിന്നീട് ഈ പ്രതിയെ ഈ ദൃക്സാക്ഷികളോ മറ്റോ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് DNA അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചാണ് പ്രതിയെ ഈ കേസിൽ കോടതി ശിക്ഷിക്കുന്നത്. ആ തെളിവുകൾ ശക്തമാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി പ്രതിക്ക് ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ചത്. പിന്നീട് ഹൈക്കോടതി ഇത് ശരിവെക്കുകയും ചെയ്തു. ഏതായാലും താൽക്കാലികമായി ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നതിന് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. ഈ ഹർജിയിൽ തീരുമാനമാകുന്നത് വരെയാണ് സ്റ്റേ ഉള്ളത്. മനഃശാസ്ത്ര സ്വഭാവ റിപ്പോർട്ടുകൾ അത് ഹാജരാക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്.